നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏകാന്തനായിരുന്നിരുന്ന ഹിറാ ഗുഹയാണ് ഈ കാണുന്നത്. അവിടുത്തെ തിരുശരീരം തൊട്ട ആ ഒരു സ്ഥലത്തൊന്ന് ഇരിക്കാനും ഒന്ന് സുജൂദ് ചെയ്യാനും ഒന്ന് ദുആ ചെയ്യാനുമായി ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണിത്. ഓരോരുത്തരും ഊഴം കാത്തിരിക്കുകയാണ്. ഒരാൾ കയറും, ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുക. അവരിറങ്ങിയതിന് ശേഷം അടുത്ത ആളുകൾ കയറും. സാധാരണ ഗുഹ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നൊരു ഷേപ്പല്ല ഈ ഒരു ഗുഹക്കുള്ളത്. നേരെ മറിച്ച് ഒരു മലേൻ്റെ സൈഡിലേക്ക് പാറകൾ വന്ന് വീണുണ്ടായിട്ടുള്ള ചെറിയ ഒരു ഗ്യാപ്പാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒരു സ്ഥലം തൻ്റെ ഏകാന്തമായിട്ടുള്ള ഇരുത്തത്തിന് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ആ ഒരു സ്ഥലത്തിരുന്ന് അതിൻ്റെ ഗ്യാപ്പിൽ കൂടി നോക്കിയാൽ ഇന്നത്തെ കാലത്തല്ല, പഴയ കാലത്ത് ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് നേരെ കഅബ കണ്ടിരിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ആ ഗുഹയിലിരുന്ന് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു കാഴ്ചയാണ് കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കഅബൻ്റെ ചുറ്റും ആ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കഅബ നേരിട്ട് കാണാൻ കഴിയില്ല. ഇതുപോലെയുള്ള റമദാൻ മാസങ്ങളിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സമയം ഈ ഒരു ഗുഹയിൽ ചെലവഴിക്കുമായിരുന്നത്. ഖദീജ ബിവിയെയും കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് കുറഞ്ഞ ഭക്ഷണവും വെള്ളവുമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഗുഹയിൽ വന്നിരിക്കും. ഏകാന്തനായിട്ട് ചിലപ്പോൾ മാസങ്ങളോളം ദിവസങ്ങളോളം എന്ത് ചെയ്യും, ഇവിടെ ഇരിക്കും. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണാത്തപ്പോൾ ഖദീജ ബിവി ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ വർഷങ്ങളും മാസങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏകാന്തനായിട്ട് ഇരിക്കുമായിരുന്ന. പിന്നീട് ഇതുപോലെയുള്ള ഒരു റമദാൻ മാസത്തിൽ ഒരു പാതിരാവിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പറയുന്ന ഖുർആൻ ഇറങ്ങുകയും ചെയ്ത ഗുഹയാണിത്.